ജീവിതകാലത്ത് മാതാപിതാക്കൾ വെറുപ്പിച്ചവർ മരണശേഷം അവരുടെ ഖബർ സിയാറത്ത് ചെയ്താൽ വല്ല ഗുണവുമുണ്ടോ? ഉണ്ട്. അള്ളാഹു അവനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരിൽ എഴുതുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. തന്നെ കുളിപ്പിക്കുന്നതും ചുമക്കുന്നതും ഖബറിലേക്ക് ഇറക്കുന്നതും ആരാണെന്ന് മയ്യത്ത് തിരിച്ചറിയുമോ? അറിയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നാം തീരെ പ്രതീക്ഷിക്കാത്തവരായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഖബർ മയ്യത്തിനോട് സംസാരിക്കുമോ? സംസാരിക്കും. എൻ്റെ ഇടുക്കം, ദുർഗന്ധം, ഭീകരത, പുഴുക്കൾ എന്നിവയൊക്കെ നിനക്ക് മുന്നറിയിപ്പായി വന്നിരുന്നല്ലയോ മനുഷ്യ, എന്നിട്ടെന്താണ് നീ ഒരുക്കി വച്ചത് എന്ന് ഖബർ മയ്യത്തിനോട് ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശുഹദാക്കളുടെ ഒപ്പമെത്താൻ വല്ല വഴിയുമുണ്ടോ? ഉണ്ട്. ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെ ഓർത്താൽ അവനെ നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. മരിച്ച ഉടനെ കെണിപ്പുകൾ മടക്കി നിവർത്താൻ ആവശ്യമായാൽ എണ്ണ ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. കെണിപ്പുകൾ മടക്കി നിവർത്തേണ്ട രൂപം എങ്ങനെയാണ്? കൈകൾ തോളിലേക്കും കാലുകൾ തുടയിലേക്കും കാലും തുടയും വയറ്റിലേക്കും മടക്കി നിവർത്തുക. ഈ മടക്കി നിവർത്തലിൻ്റെ രഹസ്യമെന്താണ്? ചൂടാറുന്നതിൻ്റെ മുമ്പായതിനാൽ കുളിപ്പിക്കലും കഫൻ ചെയ്യലും എളുപ്പമാവാൻ വേണ്ടി. ഇഹ്റാമിലായിരിക്കെ മരിച്ചയാളുടെ മയ്യത്ത് തുണി കൊണ്ട് മൂടിയിടുമ്പോൾ തല മറക്കാമോ? പുരുഷനാണെങ്കിൽ തലയും സ്ത്രീയാണെങ്കിൽ മുഖവും മറക്കരുത്. കഫൻ ചെയ്യുന്നതും ഇപ്രകാരം തന്നെയാണ്. മരിച്ചയാളുടെ വയറ്റിന്മേൽ ഭാരത്തിനു വേണ്ടി മുസ്ഹഫ് വെക്കാമോ? ഇല്ല, കറാഹത്താണ്. ഹറാമാണെന്നും അഭിപ്രായമുണ്ട്. എന്ത് വസ്തുക്കളാണ് വയറ്റിൽ വെക്കേണ്ടത്? ഇരുമ്പിനാലുള്ള കത്തി, കണ്ണാടി, ചെറിയ കല്ല് തുടങ്ങിയവയൊക്കെ വെക്കാം. എത്ര ഭാരം വേണം? ജീവിതകാലത്ത് വെച്ചാൽ അമിതമാവാത്ത ഭാരം. ഏകദേശം 20 ദിർഹം, അതായത് 60 ഗ്രാം ആണ് ഏറ്റവും കുറഞ്ഞ ഭാരം. മരിച്ചയുടനെ കട്ടിലിൽ കിടത്തുമ്പോൾ അടിയിൽ വിരിച്ചാണോ കിടത്തേണ്ടത്? അല്ല, ശരീരം നേരിട്ട് കട്ടിലിൽ തട്ടും വിധമാണ് കിടത്തേണ്ടത്. നിലത്ത് കിടത്തിയാൽ കുഴപ്പമുണ്ടോ? നിലത്തെ ഈർപ്പം മയ്യത്തിന് തട്ടാതിരിക്കാനാണ് കട്ടിലിൽ കിടത്തൽ സുന്നത്താക്കിയത്. ഈർപ്പമില്ലാത്ത ഉറച്ച നിലമാണെങ്കിൽ നിലത്തും കിടത്താം. കണ്ണടച്ചു കൊടുക്കുക, കട്ടിലിൽ കിടത്തുക, ധരിച്ച വസ്ത്രം മാറ്റി മുഴുവൻ വസ്ത്രം കൊണ്ട് മൂടുക എന്നീ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? മയ്യത്തിനോട് ഏറ്റവും സ്നേഹമുള്ള കുടുംബക്കാർ. പെണ്ണിൻ്റെ മയ്യത്തിന് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആണിന് അനുവദനീയമാണോ? വിവാഹബന്ധം ഹറാമായ പുരുഷന് ചെയ്യാം, തിരിച്ച് സ്ത്രീക്കും ചെയ്യാം. കുളിപ്പിക്കലും മറ്റുമൊക്കെ സ്ത്രീക്ക് സ്ത്രീയും പുരുഷന് പുരുഷനും തന്നെ വേണം. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലോ അവർ പറ്റുമെന്നതിൽ തർക്കമേ ഇല്ല. കാരണം അവർ തമ്മിൽ വർദ്ധിത സ്നേഹവും അനുകമ്പയും ഉള്ളവരാണ്. പെട്ടെന്ന് കുളിപ്പിച്ച് വേഗം മറവ് ചെയ്യലാണ് ഉത്തമം എന്ന് പറയാറുണ്ട്. ശരിയാണോ? ഉത്തരം ശരിയാണ്.